ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ സ്വർണത്തിൻ്റെ വില സ്ഥിരമായി നോക്കുന്ന ഒരാളാണ്. നമ്മുടെ ചാനൽ ഡെയിലി സ്വർണത്തിൻ്റെ വിലയിലുള്ള മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുന്നവരായിരിക്കും മിക്കവാറും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെൻ്റാണ് സ്വർണത്തിൻ്റെ. അതിനുള്ള കാരണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഫെബ്രുവരി 2-ാം തീയതി സ്വർണത്തിൻ്റെ വില 61,960 ആയിരുന്നു. തൊട്ടടുത്ത ദിവസം സ്വർണ്ണവില ചെറുതായിട്ട് താഴോട്ട് പോയി 61,640 ആയിരുന്നു. ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇതുവരെയുള്ളതിൽ എന്ന് പറയാം. പക്ഷെ പിന്നീട് തുടർച്ചയായിട്ട് സ്വർണ്ണവില മുകളിലേക്ക് പോകുന്നതാണ് കണ്ടത്. 4-ാം തീയതി സ്വർണ്ണവില 62,480 വർദ്ധിച്ചു. 5-ാം തീയതി എത്തുമ്പോൾ അത് 63,240 ആയിട്ടുണ്ട്. അത് വളരെ വലിയൊരു മൂവ്മെൻ്റാണ് സ്വർണ്ണവിലയിൽ ഈ ആഴ്ച കാണാൻ സാധിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 6-ാം തീയതി 7-ാം തീയതിയും ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അത് 63,440 എത്തുന്നതായിട്ട് കണ്ടു. പിന്നീട് ഇന്നത്തെ വില നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില 63,560 ആയിട്ടുണ്ട്. ഇന്നും സ്വർണ്ണവിലയിൽ 120 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട് ഒരു പവൻ്റെ മുകളിൽ. ഇനി ഈ ഒരു വില വർധനയുടെ കാരണങ്ങൾ കുറച്ചധികം ഉണ്ട്. എല്ലാ കാരണങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഗ്ലോബൽ എക്കണോമിക് ട്രെൻഡ്സ് ആണ്. ലോകത്ത് വർദ്ധിച്ചിരുന്ന ഇൻഫ്ലേഷൻ അത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൂടാതെ എക്കണോമിക് ആയിട്ടുള്ള ചില അൺസർട്ടിനിറ്റീസ് ഉണ്ട്, ഗ്ലോബൽ ടെൻഷൻസ് ഉണ്ട്. അതൊരു കാരണമാണ് ഇതിനുള്ള. പിന്നെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ഗോൾഡിന് പ്രൈസിന് അത് ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതിനനുസരിച്ച് സ്വർണത്തിൻ്റെ വില അട്രാക്റ്റീവ് ആവാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ സ്വർണ്ണവിലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റുകൾ. $ആയിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റ് സ്വർണ്ണവിലയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. $, എത്രത്തോളം ശക്തമാകുന്നു അതിനനുസരിച്ച് സ്വർണ്ണവിലയും വർദ്ധിക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നതാണ് രൂപയുടെ മൂല്യം ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. 87 രൂപയൊക്കെ കടന്നു കഴിഞ്ഞു ഓൾറെഡി. അതിനനുസരിച്ച് സ്വർണ്ണവിലയും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി സ്വർണ്ണത്തിൻ്റെ വില അറിയാനും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി സാധിക്കും.